അപ്പൊ നമുക്ക് എന്തായാലും ചാറ്റ് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് ടെക്നിക്സുകളിലേക്ക് നിങ്ങൾ പറഞ്ഞ ഒരാളെ നമുക്ക് പൊക്കാം. ശരി. റിലാക്സ് അല്ലേ, ഭയങ്കര റിലാക്സ് അല്ലേ, ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ റിലാക്സ് ആവണേ ബ്രോ. ഓക്കെ, വേറെന്ത് വരുന്നത് ബ്രോ? ശരത്തല്ലേ? ഓക്കെ, വേറെ ഒന്നുമില്ല, റിലാക്സ് ആയിട്ടിരിക്കുക. സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും റിലാക്സ് സ്റ്റേറ്റിലോട്ട് പോകും. അറിയാമല്ലോ അല്ലേ? എത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ടെൻഷൻ ഒന്നും വേണ്ട. എൻ്റെ കറക്റ്റ് നോക്കി നോക്കി. Take a deep breath. Sleep. Deeper, 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 deeper. 10,000 times deeper, more deeper and deeper. Completely deeper. Each and every muscle of your body completely relaxed. ശരീരത്തിൻ്റെ എല്ലാ മസിൽസും കംപ്ലീറ്റ് റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പോകും. മറ്റ് ശബ്ദങ്ങളോ കാണോ ഒന്നും ശ്രദ്ധിക്കത്തില്ല. എൻ്റെ ശബ്ദം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. കംപ്ലീറ്റ്ലി റിലാക്സ് സ്റ്റേറ്റിലായിരിക്കും. എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്നിടത്തോളം നല്ല റിലാക്സേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ തരാൻ പോകുന്നൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാർ, ചേച്ചിമാർ, സഹോദരങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു പീരീഡ്സ് പെയിൻ ഉണ്ട്. നമ്മുടെ വയറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വേദനിക്കുന്ന ഒരു ഭയങ്കര പെയിനാണ്. ഭയങ്കര എല്ലാ മാസവും അവർ അനുഭവിക്കുന്ന ഒരു പെയിനാണ് പീരീഡ്സിൻ്റെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കരമായിട്ടുള്ള പെയിനാണ്. നമുക്കൊക്കെ മരിച്ചു പോകുന്ന പെയിൻ, എല്ലൊക്കെ ഞുറുങ്ങുന്ന പെയിനാണ്. ആ ഒരു പെയിന് ബ്രോയ്ക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. അമ്മമാരൊക്കെ അനുഭവിക്കുന്ന അതേ പെയിൻ അതേപോലെ ശരീരം ഞുറുങ്ങുന്ന ഒരു പെയിൻ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ടൈം മുതൽ ഞാൻ ബ്രോയെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ പീരീഡ്സിൻ്റെ പെയിൻ എന്താണോ അത് ബ്രോയ്ക്ക് ഫീൽ ചെയ്യും. 1 2 3 വേക്കാം ബ്രോ. എന്തുപറ്റി ബ്രോ? എനിക്ക് പറ്റും, എനിക്കതിനൊക്കെ പറ്റും. എന്തുപറ്റി? ഇരിക്കി ബ്രോ, ഇരിക്കി. എന്ത് ബ്രോ? എന്തുപറ്റി? എവിടാ ബ്രോ? ഇതൊക്കെ സിമ്പിൾ പെയിൻ അല്ലേ ബ്രോ? ഇതൊക്കെ എല്ലാവരും ചുമ്മാ ഡെയിലി അനുഭവിക്കുന്നതല്ലേ? ആഴ്ചയിൽ മാസത്തിലൊക്കെ പെൺപിള്ളേർ എല്ലാം അനുഭവിക്കുന്ന പെയിൻ അല്ലേ? സിമ്പിൾ അല്ലേ ബ്രോ ഇതൊക്കെ? സില്ലി പെയിൻ അല്ലേ ബ്രോ? എല്ലാ അമ്മമാരൊക്കെ സിമ്പിളായിട്ട് അനുഭവിക്കുന്നതല്ലേ അല്ലേ? ഭയങ്കര പെയിനാ ബ്രോ? ആ പെയിൻ പോയി. സ്ലീപ്പ്. കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. ആ പെയിൻ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. ഒരു പെയിൻ ഒന്നും ഉണ്ടാകത്തില്ല. കംപ്ലീറ്റ്ലി നോർമൽ ആയിരിക്കും. 1 2 3 വേക്കാം. ഓക്കെ അല്ലേ? നേരെ പോയി. ഓക്കെ അല്ലേ? അറിയോ? ഓക്കെ ബ്രോ? പോയി, പക്ഷെ എന്തോ ഒരു നോക്കി ശരീരത്തിനടുത്ത് കണ്ണടച്ചേ. പോയി. ആ വേദന മൊത്തം പോയി. ഇനി വേദനിക്കത്തില്ല. ഒരു തടസ്സം തോന്നത്തില്ല. നോർമലായി, കംപ്ലീറ്റ് നോർമൽ കേട്ടോ. ഹാപ്പി. വേദന പോയോ? കുറഞ്ഞോ? മാറിയോ? ഞാൻ പറഞ്ഞതാ. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? എല്ലാം മാറ്റുണ്ട് കേട്ടോ. ഹാപ്പി അല്ലേ? ഈ ഒരു പെയിനാണ് ബ്രോ എല്ലാരും എല്ലാ മാസവും ഇപ്പൊ അനുഭവിക്കാൻ പറ്റിയില്ലേ? എന്തായാലും വൈഫ് പറയും ഒരിക്കലെങ്കിലും അനുഭവിച്ചല്ലോ എന്ന് പറയും. ഈ ഒരു പെയിനാണ് അമ്മമാരും നമ്മുടെ ഭാര്യമാരും അതുപോലെ തന്നെ സഹോദരങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ഇതെല്ലാം സത്യം പറഞ്ഞാൽ എല്ലാ ആളുകളൊന്നും ഇച്ചിരി ഒരിക്കലും മനസ്സിലാക്കണം അല്ലേ? അല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും, സ്ത്രീകൾക്ക് ഈ ഒരു സെക്കൻഡ്, ഈ ഒരു സ്ത്രീകൾക്ക് ഈ ഒരു പെയിനും അല്ലെങ്കിൽ പ്രസവ പെയിനൊക്കെ കൊടുത്തിരിക്കുന്ന അവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. ആണുങ്ങൾക്ക് കൊടുത്ത ആണുങ്ങൾ മരിച്ചു പോകും, ഉറപ്പാ, സത്യം. അവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് 7 ദിവസം ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റുള്ള ആ ഒരു സാധനം ഞാൻ കണ്ട് കൈയും കാലമായിട്ട് പൊളയുന്നത്. ഇത് കാലിട്ട് എന്റെ കാലയിലിട്ട് ചവിട്ടി, ഇങ്ങനെ കാലൊക്കെ വെച്ച് ചവിട്ടുമായിരുന്നു ചേട്ടൻ, വേദന എടുത്തിട്ട്. എല്ലാം ഉണ്ട്. ഓക്കെ ബ്രോ, എന്തായാലും ഓക്കെ. ഏറ്റവും റിലാക്സിങ് സ്റ്റേറ്റിൽ ബോഡി അങ്ങ് വിട്ടു കൊടുക്കുക. ഏറ്റവും റിലാക്സിങ് സ്റ്റേറ്റിൽ സ്ലീപ്പ്. Deeper, 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 complete deeper, complete deeper, deeper and deeper, deeper and deeper, deeper and deeper, deeper and deeper, completely deeper and deeper, deeper, deeper. 1,00,000 തവണ റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പോകും. 5 മുതൽ 1 വരെ കൗണ്ട് ചെയ്യുമ്പോൾ 1,00,000 തവണ റിലാക്സേഷൻ്റെ ആഴങ്ങളിലേക്ക് പോകും. 5 4 3 2 1 completely deeper, 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 deeper and deeper, deeper and deeper, deeper and deeper. നെക്സ്റ്റ് ടൈം ഞാൻ ഇയാളെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ
തൊട്ട് സൈഡിൽ നിൽക്കുന്ന എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര പ്രണയമായിരിക്കും, എന്നോട് ഭയങ്കര സ്നേഹമായിരിക്കും. 5 വർഷമായിട്ട് ഞാനും ഇയാളും തമ്മിൽ ഭയങ്കര പ്രേമത്തിലാണ്. എന്നെ ഇവിടെ നിന്ന് മാറാൻ സമ്മതിക്കത്തില്ല, ഇയാൾ ചേർത്ത് നിർത്തിയിരിക്കും. കാര്യം അത്ര സ്നേഹമാണ് എന്നോട് ഇയാൾ കേട്ടോ. ഈ അജ്മൽ എന്ന് പറയുന്നത് എന്നോട് ഭയങ്കര സ്നേഹമാണ്, ജീവനാണ്, വേറെ ഒന്നും ചിന്തിക്കത്തില്ല. എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്നെ വിളിച്ചോണ്ടി കഴിഞ്ഞാൽ ഇയാൾക്ക് എന്നോട് ഭയങ്കര പ്രണയമായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നെ അടുത്തുനിന്ന് മാറാൻ പോലും ഇയാൾ സമ്മതിക്കും. 1 2 3 വേക്കം. എന്താ മാറിപ്പോന്നെ എന്താ? ഇത് പിന്നെ എന്തോ ചെയ്യണം ഞാനിപ്പോ? എന്തോ ചെയ്യണം പിന്നെ ഞാൻ നിക്കണോ? ഏതോ പെമ്പിള്ളേരൊക്കെ വിളിക്കുന്നെ. ഇത് ആര് വിളിച്ചാ ഇയാൾക്ക് എന്തിപ്പം? ഇരിക്ക്, നിന്നൊക്കെ സംസാരിക്കണം. പരിചയമില്ലാത്ത പോലെ പെരുമാറുന്നു. നമ്മള് തമ്മിൽ എന്തോ പരിചയം? ഒരു പരിചയമില്ല എന്നെ. ഇല്ല, നമ്മള് തമ്മിൽ എന്തോ പരിചയം ഇയാളുമായിട്ട്? ഇത് വലിയ പ്രശ്നമായല്ലോ. ഇത് പ്രശ്നമായിരുന്നു. ചായ കുടിക്കാനാവാ? ചായ കുടിച്ചിട്ട് വരാം. പറ്റത്തില്ല. എവിടെ കൊണ്ടുപോകുന്നു? ഇവിടെ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുവല്ലേ, അതിന്റെ ഇടയ്ക്ക് കൂടെ എന്തിനാ വിളിച്ചോണ്ട് പോകുന്നത്? എനിക്ക് ഇഷ്ടമുള്ളതോടെ ഞാൻ പോകും, ഇയാളാര് ചോദിക്കാൻ? ഇപ്പൊ അങ്ങനെ ആയോ? എനിക്ക് ഇഷ്ടമുള്ള ആളുകളോടെ ഞാൻ പോകും, അത് ചോദിക്കും ഇയാളാര്? ഇയാള് കൂടെ വേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ചിലപ്പോൾ ഇവൻ്റെ കൂടെ പോകണം, അവൻ്റെ പോകും, ചില വേറെ പെമ്പിള്ളേരുടെ പോകാൻ തോന്നി അവരോടൊക്കെ പോകും. 5 കൊല്ലം. എന്തോ 5 കൊല്ലം? എന്തിനും ഒരു പരിചയം ഇല്ലാത്ത പോലെ പെരുമാറുന്നു. ഇയാൾ എന്തുവായിരുന്നു മനുഷ്യന് ശല്യം ചെയ്യുന്നേ? ഇയാളെന്ത്? നമുക്ക് പോവാടാ, ചായയല്ലേ. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? 5 കൊല്ലത്തെ വയസ്സ്. ഇയാൾ ആര്? ഞാൻ അജിനെ എന്നെ അറിയത്തില്ലേ? ഓ അറിയാം, അജിനെ അറിയാം. ടി വിയിൽ മറ്റേ പ്രോഗ്രാമിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലേ? അതല്ലാതെ എന്നെ അറിയത്തില്ല. അല്ലാതെ ഇയാളെ ഞാൻ അങ്ങനെ അറിയാൻ? ഇയാൾ എന്റെ മുമ്പ് കണ്ണൊക്കെ നിറഞ്ഞ് കാണിക്കണം എന്തിന്? എന്താ ഇങ്ങനെ കാണിക്കുന്നേ? എന്തോ ഉദ്ദേശിക്കുന്നത് എന്തോ പിന്നെ ഇയാള്? അല്ല ഇയാൾ എന്തോ ഉദ്ദേശിച്ചു എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാ. ഞാൻ 5 കൊല്ലമായിട്ട് 5 കൊല്ലമായിട്ട് സംസാരിച്ചോണ്ട് നിക്കുവല്ലേ. അല്ല എന്റെ ചെറുക്കൻ്റെ അടുത്ത് നീ എന്ത് ദേഷ്യപ്പെടുന്ന? അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന? നമ്മുടെ എന്റെ പയ്യനാണ് അവൻ. അപ്പുറത്തോട്ടാ? ഓ പോവാം. മറ്റേ ഇല്ല പെങ്കൊച്ച് വിളിക്കുന്നല്ലേ? ഞാൻ പോയിട്ട്. ഇയാളെന്തോ പറയണ? ഞാനൊന്ന് സ്നാപ്പ് ചെയ്തെല്ലാം പഴുതണക്കാവും കേട്ടോ. സുഖമാണോ? എന്തുണ്ട് വിശേഷം? എന്തുവാ? എല്ലാ കാര്യവും ഓർമ്മ വരും കേട്ടോ. നേരത്തെ ഇപ്പൊ ചെയ്ത കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. എന്ത് നടന്നോണ്ടിരുന്ന ഇവിടെ? എന്തുവാ വീഡിയോ ആയിട്ട് കാണുമ്പോ എന്തുവാ നടന്നോണ്ടിരിക്കുന്നേ? ഒന്നും ചെയ്തില്ല. ഇയാളൊന്നും ചെയ്തില്ല. എല്ലാം ഓർമ്മ വരും. ഇപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ ഇപ്പൊ നടന്നേ? ഇവൻ പിടിച്ചോണ്ട് പോകാൻ പോയി. അപ്പൊ എന്തോ പറ്റി? 5 വർഷത്തിന്റെ കണക്കൊക്കെ പറഞ്ഞത് എന്തുവാ? റിലാക്സ് ആയേ. ബോഡി ഫുൾ റിലാക്സ് ആയേ. ശ്വാസം കത്തിക്ക് വലിച്ച് സ്ലീപ്പ്. ഡീപ്പർ. നെക്സ്റ്റ് ടൈം ഞാൻ ഇയാളെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന നല്ലൊരു കറുത്ത പാമ്പായിരിക്കും. ഇവിടെ നിന്ന് പുല്ലിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ്. ഇയാളൊന്നും ചെയ്യത്തൊന്നുമില്ല, ഇയാൾക്ക് പേടിയൊന്നുമില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന നല്ല കറുത്തൊരു പാമ്പിൻ്റെ കുട്ടിയെ കേട്ടോ. 1 2 3 വേക്കാം. എന്തോ സാധനം? എന്തോ ഇത്?
എന്തുവാ ഇത് ഇവിടുന്ന് കിട്ടിയതാ, കുഴപ്പമില്ല. ഈ പോലെ ഒന്നും ചെയ്യത്തില്ല. ഇയാൾ നില്ല്, താഴെ പോയാ അവിടെ കല്ലിൽ വീണ് പോവേ, കടിക്കത്തില്ല. ദൂരോട്ട് പിടി, എനിക്ക് പേടിയാ. ഇല്ല ഒന്നും ചെയ്യത്തില്ല. ഇല്ലടാ ഒന്നും ചെയ്യത്തില്ല. എന്റെ അടുത്തോട്ട് കൊണ്ടുവരാതെ. ഇല്ലെന്ന്, കുഴപ്പമില്ലടോ. തൊട്ടോ ഇവിടെ പേടിയാ. ഇല്ല പേടിക്കണ്ടെന്ന്. ഇല്ല ഒന്നും ചെയ്യത്തില്ല. ഇയാളൊന്നും ചെയ്യത്തില്ല. ചെറുതെ കൊത്തതേ ഉള്ളൂ. ഞാനേ ഒന്ന് സ്നാപ്പ് ചെയ്താൽ എന്തിനാണെന്ന് കാണാൻ പറ്റും. ഇതെന്തുവാ ഇത്? ഇനി അവിടെ നിന്ന് ഇവിടെ വരെ വന്നെന്തിന് ഇയാള് പിന്നെ ഓടിച്ചാടിയൊക്കെ കൈ കെട്ടിക്കോട്ടി ഞാനൊന്ന്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.